Hi friends, in this video we are discussing critical path method, problems and its solutions. We already discussed how to draw a network diagram, question number 27 in page number J39. There are 1 to 13 events and the diagram is shown on the right side. 1 to 2, 1 to 3, 2 to 4, 2 to 5, 2 to 6, etc. are the activities conducted. അപ്പോൾ ഇത് ഓൾറെഡി നമ്മൾ ചെയ്തിരിക്കുന്ന ഒരു പ്രോബ്ലം ആണ്. ഹൗ ടു ഡ്രോ എ ഡയഗ്രാം എന്നുള്ള സെക്ഷനിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ അവർ തന്നിരിക്കുന്ന ആക്ടിവിറ്റി ഡ്യൂറേഷൻസ് കൂടി നമ്മളിൽ മെൻഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൂടി കാണിച്ചാൽ നമുക്ക് കറക്റ്റ് ഒരു നെറ്റ്വർക്ക് ഡയഗ്രാം. ഇനി എങ്ങനെയാണ് ഇതിൽ നിന്നൊരു ക്രിട്ടിക്കൽ പാത്ത്, അതായത് നമ്മുടെ പ്രൊജക്റ്റിൻ്റെ ഡ്യൂറേഷൻ കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇനി വരുന്ന സ്ലൈഡ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഡയഗ്രാം വരച്ചു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഏർലിയസ്റ്റ് ഇവന്റ് ടൈമും അതുപോലെ തന്നെ ലേറ്റസ്റ്റ് ഇവന്റ് ടൈമും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഫസ്റ്റ് ഇവിടെ ലെഫ്റ്റ് സൈഡിൽ കാണിച്ചിരിക്കുന്നത് ഏർലിയസ്റ്റ് ഇവന്റ് ടൈംസും റൈറ്റ് സൈഡിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത് ലേറ്റസ്റ്റ് ഇവന്റ് ടൈംസും ആണ്. എങ്ങനെയാണ് കാൽക്കുലേഷൻ എന്നുള്ളത് പറഞ്ഞു തരാം. ഫസ്റ്റ് ഇവന്റ് എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ E1 ഈസ് ഈക്വൽ ടു 0, അതായത് സ്റ്റാർട്ടിങ് ആക്ടിവിറ്റിക്ക് ഒരിക്കലും ഏർലിയസ്റ്റ് ഇവന്റ് ടൈം ഉണ്ടായിരിക്കില്ല. അതുകൊണ്ട് E1 ഈസ് ഈക്വൽ ടു 0 ആൻഡ് E2 കാൽക്കുലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡയഗ്രാം ഒന്ന് ശ്രദ്ധിക്കുക. 1 to 2 എന്ന് പറയുന്ന ആക്ടിവിറ്റിയാണ് അവിടെ കണ്ടക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ E1ൻ്റെ കൂടെ 1 to 2ൻ്റെ ഡ്യൂറേഷൻ ദാറ്റ് ഈസ് 5 അത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വാല്യൂ ആണ് E2 എന്ന് പറയുന്നത്. ദെൻ E3 ദാറ്റ് ഈസ് ഈക്വൽ ടു, അതായത് 1 to 3 എന്ന് പറയുന്ന ഒരു ആക്ടിവിറ്റിയാണ് അവിടെ കണ്ടക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ E1ൻ്റെ കൂടെ 1 to 3യുടെ ഡ്യൂറേഷൻ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് E3യുടെ വാല്യൂ കിട്ടും. ദെൻ E4 കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് E4 ഈസ് ദി സക്സസർ ഓഫ് E2ൻ്റെ സക്സസർ ആണ് E4 എന്ന് പറയുന്നത്. അപ്പോൾ E2ൻ്റെ കിട്ടിയിരിക്കുന്ന വാല്യൂവിൻ്റെ കൂടെ നമ്മൾ 2 to 4 എന്ന് പറയുന്ന ആക്ടിവിറ്റി ഡ്യൂറേഷൻ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ E4 കിട്ടും. ദെൻ അങ്ങനെയാണ് നമ്മുടെ കാൽക്കുലേഷൻസ് വരുന്നത്. ഇനി ഈ 9 ഒന്ന് നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ 9ലേക്ക് നമുക്ക് 2 ആരോ മാർക്ക് വന്ന് കമ്പൈൻ ചെയ്യുന്നുണ്ട്, ഒന്ന് 4ൽ നിന്നും ഒന്ന് 5ൽ നിന്നും. അപ്പോൾ നമുക്ക് 2 ഡ്യൂറേഷൻസ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ E4ൻ്റെ കൂടെ 4 to 9ൻ്റെ ആക്ടിവിറ്റി ഡ്യൂറേഷൻ ദാറ്റ് ഈസ് 1 അത് ആഡ് ചെയ്ത് കഴിയുമ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 12. ദെൻ E5ൻ്റെ കൂടെ ആക്ടിവിറ്റി ഡ്യൂറേഷൻ ഓഫ് 5 to 9ൻ്റെ ആക്ടിവിറ്റി ഡ്യൂറേഷൻ 3 ആണ് വരുന്നത്. അത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന വാല്യൂ ദാറ്റ് ഈസ് ഈക്വൽ ടു 12. രണ്ടും ഒരേ എമൗണ്ട് ആയതുകൊണ്ട് നമ്മൾ അത് തന്നെ നമ്മൾ എടുക്കുകയാണ്. ദെൻ E10 ഒന്ന് നോക്കുക. E10ൻ്റെ വാല്യൂവിൻ്റെ പ്രത്യേകത ഇറ്റ് ഈസ് സ്റ്റാർട്ട്സ് ഫ്രം 6 and 7. 6ഉം 7ഉം ചെന്ന് അവസാനിക്കുന്ന എൻഡിങ് ഇവന്റ് ആണ് 10 എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് E6ൻ്റെ കൂടെ 6 to 10ൻ്റെ ഡ്യൂറേഷൻ ആയിട്ടുള്ള 5 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു 14 ആൻഡ് E7ൻ്റെ കൂടെ 7 to 10 എന്ന് പറയുന്ന ആക്ടിവിറ്റി ഡ്യൂറേഷൻ ദാറ്റ് ഈസ് 4 അത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന വാല്യൂ 70. എപ്പോഴും ഏർലിയസ്റ്റ് ഇവന്റ് ഒക്കറൻസ് എടുക്കുമ്പോൾ നമ്മൾ മാക്സിമം വാല്യൂ വേണം കൺസിഡർ ചെയ്യാനായിട്ട്. ഇപ്പോൾ 14 or 17 അതിലെ മാക്സിമം വാല്യൂ ദാറ്റ് ഈസ് 17 അത് വേണം നമ്മൾ കൺസിഡർ ചെയ്യാനായിട്ട്. ദെൻ E12 കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 12ലേക്ക് 2 ആരോ മാർക്സ് ആണ് വരുന്നത്. അപ്പോൾ 2 ആരോ മാർക്സും എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു അതിൻ്റെ കൂടെ അതിൻ്റെ ആക്ടിവിറ്റി ഡ്യൂറേഷൻ ആഡ് ചെയ്തിട്ട് വേണം എടുക്കാനായിട്ട്. അപ്പോൾ 14 and 21 ആണ് വന്നിരിക്കുന്നത്. ദാറ്റ് മീൻസ് 21 is the E12. അതുപോലെ തന്നെ E13ലേക്ക് 11ൽ നിന്നും 12ൽ നിന്നും 2 ആരോ മാർക്സ് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ 11 പ്ലസ് അതിൻ്റെ ഡ്യൂറേഷനും 12 പ്ലസ് അതിൻ്റെ ഡ്യൂറേഷനും ചെയ്ത് കഴിയുമ്പോൾ ടോട്ടൽ വാല്യൂ വരുന്നത് 21 and 28 ആണ്. അതിലെ മാക്സിമം വാല്യൂ ദാറ്റ് ഈസ് 28. അപ്പോൾ 28 വേണം E13 ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യാനായിട്ട്. ഇതാണ് ഏർലിയസ്റ്റ് ഇവൻറ്റ്സ് എന്ന് പറയുന്നത്. ഇനി ലേറ്റസ്റ്റ് ഇവൻറ്റ്സ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ എപ്പോഴും റിവേഴ്സ് ഓർഡറിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടായിരിക്കുക. അപ്പോൾ ഫസ്റ്റ് ഇവന്റ് എന്ന് പറയുന്നത് ലാസ്റ്റ് ഇവന്റിൽ നിന്നാണ് ഒക്കർ ചെയ്യുന്നുണ്ടായത്. ദാറ്റ് ഈസ് L13 ദാറ്റ് ഈസ് ഈക്വൽ ടു 28. E13ഉം L13ഉം എപ്പോഴും ഈക്വൽ ആയിരിക്കും. E1ഉം L1ഉം എപ്പോഴും 0 ആയിരിക്കും. അതാണ് പ്രത്യേകത. അപ്പോൾ L13 ദാറ്റ് ഈസ് ഈക്വൽ ടു 28. ദെൻ L12 കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ റിവേഴ്സ് ഓർഡറിൽ വരിക. അപ്പോൾ L13ൽ നിന്ന് 12ലേക്ക് വരുമ്പോൾ നമുക്ക്
L13 വാല്യൂവിൽ നിന്ന് 12 അവിടേക്ക് വരുന്ന ആക്ടിവിറ്റി ഡ്യൂറേഷൻ ദാറ്റ് ഇസ് 7 അത് ഡിഡക്ട് ചെയ്ത് കഴിഞ്ഞാൽ L12 വാല്യൂ കിട്ടും. ദെൻ L11 കിട്ടാനായിട്ട് L13 അവിടെ നിന്ന് ഇമ്മീഡിയറ്റ് പ്രിഡിസസർ ആണ് L11 എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ L13 നിന്ന് അവിടേക്ക് വരുന്ന ആക്ടിവിറ്റി ഡ്യൂറേഷൻ 1 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ L11 വാല്യൂ കിട്ടും. ദെൻ L10 കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് L12 ആണ് അതിൻ്റെ സക്സസർ വരുന്നത്. അപ്പോൾ അതിൻ്റെ വാല്യൂവിൽ നിന്ന് ആക്ടിവിറ്റി ഡ്യൂറേഷൻ 4 മൈനസ് ചെയ്താൽ L10 കിട്ടും. ഇനി കുറച്ച് അങ്ങോട്ട് താഴേക്ക് വരുമ്പോൾ L3യുടെ വാല്യൂവിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ L3യിൽ നിന്ന്, അതായത് 3 എന്ന് പറയുന്ന ഇവന്റിൽ നിന്ന് 7 എന്ന് പറയുന്ന ഇവന്റും 8 എന്ന് പറയുന്ന ഇവന്റും ഒക്കർ ചെയ്തിട്ടുണ്ട്. ദാറ്റ് മീൻസ് L7ൽ നിന്ന് അതിൻ്റെ ഡ്യൂറേഷനും L8ൽ നിന്ന് 3 to 8ന്റെ ഡ്യൂറേഷനും ഡിഡക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് L3യുടെ വാല്യൂ കിട്ടും. എപ്പോഴും ലേറ്റസ്റ്റ് ഇവന്റ് ഒക്കറൻസ് ആണ് എന്നുണ്ടെങ്കിൽ മിനിമം വാല്യൂ വേണം കൺസിഡർ ചെയ്യാൻ. അപ്പോൾ L3യുടെ വാല്യൂ നമുക്ക് 2 മെത്തേഡിൽ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 8ഉം 15ഉം വന്നിട്ടുണ്ട്. അപ്പോൾ 8 ആണ് ലീസ്റ്റ് എമൗണ്ട്. അപ്പോൾ 8 ആണ് അവിടെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. ദെൻ L2ന്റെ പ്രത്യേകത 2 എന്ന് പറയുന്ന ഇവന്റിൽ നിന്ന് 4, 5, 6 എന്ന് പറയുന്ന 3 ഇവന്റ്സ് നമ്മൾ കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ L4ൽ നിന്ന് 2 to 4ന്റെ വാല്യൂ ഡിഡക്ട് ചെയ്താൽ L2 കിട്ടും. അതുപോലെ തന്നെ L5ൽ നിന്ന് 2 to 5ന്റെ വാല്യൂ ഡിഡക്ട് ചെയ്താൽ L2 കിട്ടും. ദെൻ L6ൽ നിന്ന് 2 to 6ന്റെ ആക്ടിവിറ്റി ഡ്യൂറേഷൻ ഡിഡക്ട് ചെയ്താൽ L2ന്റെ വാല്യൂ കിട്ടും. അതിൽ ഏതാണോ ലീസ്റ്റ് വാല്യൂ വന്നിരിക്കുന്നത് അതാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ടായിരിക്കും. ദെൻ L1ന്റെ പ്രത്യേകത L1ൽ നിന്ന് 2 ആക്ടിവിറ്റീസ് കണ്ടക്ട് ചെയ്തിട്ടുണ്ട് 2 and 3. അപ്പോൾ നമ്മൾ 2 എന്ന് പറയുന്ന L2ൽ നിന്ന് അവിടേക്ക് വരുന്ന ഡ്യൂറേഷൻ 5 എന്ന് പറയുന്ന ഡ്യൂറേഷൻ ഡിഡക്ട് ചെയ്താലും L3ൽ നിന്ന് 1ലേക്ക് വരുന്ന ഡ്യൂറേഷൻ 8 ഡിഡക്ട് ചെയ്താലും നമുക്ക് വാല്യൂ കിട്ടും. അതിൽ ലീസ്റ്റ് എമൗണ്ട്. അപ്പോൾ L1 എപ്പോഴും 0 ആയിരിക്കും. L1 ആൻഡ് E1 ഓൾവേസ് ബി 0 ആൻഡ് E13 അതായത് ലാസ്റ്റ് ഇവന്റിന്റെ ഏർലിയസ്റ്റ് ഒക്കറൻസും ലേറ്റസ്റ്റ് ഒക്കറൻസും ഈക്വൽ ആയിരിക്കും. നമുക്ക് ക്രിട്ടിക്കൽ പാത്ത് കാൽക്കുലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ടോട്ടൽ ഫ്ലോട്ട് കാൽക്കുലേറ്റ് ചെയ്യണം. ഇപ്പോൾ ടോട്ടൽ ഫ്ലോട്ട് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് LST, EST, LFT ആൻഡ് EFTയുടെ കാൽക്കുലേഷൻ ചെയ്യണം. അല്ലാതെ വേറെ മെത്തേഡ് ഉണ്ട്, അത് അടുത്ത ക്വസ്റ്റ്യനിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. ഇവിടെ ഇപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഇൻഫർമേഷൻസ് ആക്ടിവിറ്റി തന്നിട്ടുണ്ട്, ദെൻ ഡ്യൂറേഷൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ, അത് ആദ്യം എടുത്തെഴുതുക. ദെൻ EST, EFT, LST ആൻഡ് LFT ഈ 4 കോളം നമ്മൾ ഫില്ല് ചെയ്യണം. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് 2 കോളംസ് ആണ് ഫില്ല് ചെയ്യേണ്ടത്, ESTയുടെ കോളും അതുപോലെ തന്നെ LFTയുടെ കോളം. അപ്പോൾ ESTയുടെ കോളം എങ്ങനെയാണ് ഫില്ല് ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മുടെ ആക്ടിവിറ്റി ദാറ്റ് ഈസ് 1 to 2 ആൻഡ് 1 to 3 അതിൻ്റെ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ വരുന്ന ആക്ടിവിറ്റീസ്, അതായത് ഇവൻറ്റ്സ്, അതായത് ഫസ്റ്റ് ആക്ടിവിറ്റിയിൽ ലെഫ്റ്റ് ഇവന്റ് എന്ന് പറയുന്നത് 1 ആണ്. ദെൻ രണ്ടാമത്തെ ആക്ടിവിറ്റിയിൽ ലെഫ്റ്റ് ഇവന്റ് എന്ന് പറയുന്നത് 1 ആണ്. ദെൻ 3, 4, 5 എന്ന് പറയുന്ന 3 ഇവൻറ്റ്സിൽ, അതായത് ഇമ്മീഡിയറ്റ് ആയിട്ട് വരുന്ന 3 ഇവൻറ്റ്സിൽ 2 ആണ്. അപ്പോൾ ഈ ലെഫ്റ്റ് സൈഡിൽ വരുന്ന ഇവൻറ്റ്സിൻ്റെ ഈയുടെ വാല്യൂസ് ദാറ്റ് മീൻസ് E1, E1, E2, E2, E2 അതാണ് ESTയുടെ വാല്യൂ ആയിട്ട് കൺസിഡർ ചെയ്യുന്നുണ്ടായിരിക്കുക. അപ്പോൾ നമുക്കിവിടെ E1ന്റെ വാല്യൂ 0 ആണ്. അപ്പോൾ ഫസ്റ്റ് ആക്ടിവിറ്റിയുടെ EST ദാറ്റ് ഈസ് 0 ആൻഡ് സെക്കൻഡ് ആക്ടിവിറ്റിയുടെയും EST ദാറ്റ് ഈസ് 0. ദെൻ തേർഡ് ആക്ടിവിറ്റിയുടെ EST വരുന്നത് നമുക്ക് E2ന്റെ വാല്യൂ ആണ്. അപ്പോൾ E2ന്റെ വാല്യൂ നമുക്ക് വരുന്നത് എത്രയാണ്? 5 ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ E2 ദാറ്റ് ഈസ് EST 5 ആണ്. അപ്പോൾ 3 ആക്ടിവിറ്റിക്ക് നമുക്ക് 5 ആണ് വരുന്നത്. ദെൻ അടുത്ത 2 ആക്ടിവിറ്റി 3 to 7 ആൻഡ് 3 to 8 ആണ്. അപ്പോൾ E3യുടെ വാല്യൂസ് വേണം നമ്മൾ ESTയുടെ കോളത്തിൽ എഴുതാനായിട്ട്, ദാറ്റ് ഈസ് 8. ദെൻ നെക്സ്റ്റ് വരുന്നത് 4 to 9 ആണ്. അപ്പോൾ E4ന്റെ വാല്യൂ, 5 to 9 വരുമ്പോൾ E5ന്റെ വാല്യൂ, 6 to 10 വരുമ്പോൾ E6ന്റെ വാല്യൂ, 7 to 10 വരുമ്പോൾ E7ന്റെ വാല്യൂ, 8 to 11 E8ന്റെ വാല്യൂ, 9 to 12 E9ന്റെ വാല്യൂ, 10 to 12 E10ന്റെ വാല്യൂ ആൻഡ് 11 to 13 E11ന്റെ വാല്യൂ ആൻഡ് 12 to 13 E12ന്റെ വാല്യൂ. അതാണ് ESTയുടെ വാല്യൂസ് എന്ന് പറയുന്നത്. ദെൻ EFTയുടെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യണം. ESTയുടെ വാല്യൂ പ്ലസ് അതിൻ്റെ കൺസേൺഡ് ഡ്യൂറേഷൻ. അപ്പോൾ ഇവിടെ നമ്മുടെ ഫസ്റ്റ് ആക്ടിവിറ്റി എടുത്ത് കഴിഞ്ഞാൽ EST 0 ആണ്. അപ്പോൾ 0 പ്ലസ്
5. നെക്സ്റ്റ് ആക്ടിവിറ്റി വരുമ്പോൾ 0 + 8. ദെൻ തേർഡ് വരുമ്പോൾ 5 ആണ് EST. അപ്പോൾ 5 പ്ലസ് ഡ്യൂറേഷൻ, നമുക്ക് കൺസേൺഡ് ഡ്യൂറേഷൻ വന്നത് 6 ആണ്. അപ്പോൾ 5 + 6. ദെൻ 5 + 4, 5 + 4. അങ്ങനെ ESTയുടെ വാല്യൂവിൻ്റെ കൂടെ ആക്ടിവിറ്റി ഡ്യൂറേഷൻസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ EFTയുടെ വാല്യൂ കിട്ടും. അങ്ങനെയാണ് നമുക്ക് EST ആൻഡ് EFT കാൽക്കുലേഷൻ. ദെൻ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് LST ആൻഡ് LFT ആണ്. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് LFTയുടെ കോളം നമ്മൾ ഫില്ല് ചെയ്യുക, അതിനുശേഷം LST കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ LFTയുടെ കോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റൈറ്റ് ഹാൻഡ് ലിമിറ്റിൽ വരുന്ന ഇവൻറ്റ്സ്, റൈറ്റ് ഹാൻഡ് ലിമിറ്റിൽ വരുന്ന ഇവൻറ്റ്സ്, അതായത് നമ്മുടെ ആക്ടിവിറ്റീസ് തന്നിരിക്കുന്നതിൽ 2, 3, 4, 5, 6, 7, 8, 9, 9, 10, 10, 11, 12, 12, 13, 13 എന്ന് പറഞ്ഞിട്ടാണ് നമുക്ക് റൈറ്റ് ഹാൻഡ് ലിമിറ്റ്സ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ റൈറ്റ് ഹാൻഡ് ലിമിറ്റ്സിൽ വന്നിരിക്കുന്ന ആക്ടിവിറ്റീസിൻ്റെ L വാല്യൂസ്, അതായത് L2, L3, L4, L5 ഇത് വെച്ചിട്ട് വേണം LFTയുടെ കോളം ഫില്ല് ചെയ്യാനായിട്ട്. അപ്പോൾ ഫസ്റ്റ് ആക്ടിവിറ്റി എടുത്തു കഴിഞ്ഞാൽ L2ൻ്റെ വാല്യൂ വേണം കൺസിഡർ ചെയ്യാൻ. ഇത് 1 to 3 എന്ന് പറയുന്ന ആക്ടിവിറ്റിയിൽ L3യുടെ വാല്യൂ, 2 to 4 L4ൻ്റെ വാല്യൂ, 2 to 5 L5ൻ്റെ വാല്യൂ, ദെൻ 2 to 6 L6ൻ്റെ വാല്യൂ, ദെൻ 3 to 7 L7, ദെൻ 3 to 8 L8ൻ്റെ വാല്യൂ, 4 to 9 L9ൻ്റെ വാല്യൂ, 5 to 9 L9ൻ്റെ വാല്യൂ, ദെൻ 6 to 10 ആൻഡ് 7 to 10 L10ൻ്റെ വാല്യൂ, ദെൻ 11 8 to 11 L11ൻ്റെ വാല്യൂ, ദെൻ 9 to 12 ആൻഡ് 10 to 12 L12ൻ്റെ വാല്യൂ, ദെൻ 11 to 13 ആൻഡ് 12 to 13 L13ൻ്റെ വാല്യൂ. അങ്ങനെ നമുക്ക് LFTയുടെ വാല്യൂസ് ആദ്യം എടുത്തെഴുതാം. ദെൻ LST കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് കൺസേൺഡ് LFT വാല്യൂസിൽ നിന്ന് അതിന് കൺസേൺഡ് ആയിട്ട് വരുന്ന ഡ്യൂറേഷൻസ് ഡിഡക്റ്റ് ചെയ്ത് കൊടുക്കുക. അങ്ങനെയാണ് നമുക്ക് LSTയുടെ വാല്യൂ കിട്ടുന്നുണ്ടായിരിക്കുക. LFTയുടെ വാല്യൂ മൈനസ് ഡ്യൂറേഷൻ, അത് വെച്ചിട്ട് വേണം നമുക്ക് LFTയുടെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാം. ഇനി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത് ടോട്ടൽ ഫ്ലോട്ട് ആണ്. ടോട്ടൽ ഫ്ലോട്ട് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഒന്നുകിൽ LSTയിൽ നിന്ന് EST ഡിഡക്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ LFTയിൽ നിന്ന് EFT ഡിഡക്റ്റ് ചെയ്യുക. രണ്ട് ചെയ്താലും കിട്ടുന്ന ആൻസർ വിൽ ബി സെയിം. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും രണ്ട് കോളം എടുത്തിട്ട് ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് സെക്ഷൻ നോക്കി കഴിഞ്ഞാൽ LSTയുടെ വാല്യൂ 3 ആണ്. 3യിൽ നിന്ന് ESTയുടെ വാല്യൂ 0 മൈനസ് ചെയ്യുമ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 3. ആൻഡ് സെക്കൻഡ് വരുന്നത് LST 0 ആണ്, EST 0. അപ്പോൾ 0 മൈനസ് 0 ഈസ് ഈക്വൽ ടു 0. ദെൻ തേർഡ് വരുന്നത് LST 12 ആണ്, EST 5. അപ്പോൾ 12 മൈനസ് 5. ദെൻ നെക്സ്റ്റ് വരുന്നത് 12 മൈനസ് 5, ദെൻ 8 മൈനസ് 5. ഇനി നിങ്ങൾ LFTയും EFT എടുക്കണമെന്നുണ്ടെങ്കിൽ ഫോർത്ത് റോ ഒന്ന് കൺസിഡർ ചെയ്യുക. 16 മൈനസ് 9 ദാറ്റ് ഈസ് ഈക്വൽ ടു 7. 12 മൈനസ് 5 ദാറ്റ് ഈസ് ഈക്വൽ ടു 7. അപ്പോൾ എങ്ങനെ ചെയ്താലും നമുക്ക് ആൻസർ വിൽ ബി സെയിം. അപ്പോൾ അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നത്, ടോട്ടൽ ഫ്ലോട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. ഇനി ഈ ടോട്ടൽ ഫ്ലോട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ രണ്ടാമത്തെ ഫ്ലോട്ട് വാല്യൂ ദാറ്റ് ഈസ് 0. അതുപോലെ തന്നെ കുറച്ച് താഴെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ 3 to 7 ദാറ്റ് ഈസ് ഓൾസോ 0. ദെൻ 7 to 10 ദാറ്റ് ഈസ് ഓൾസോ 0. 10 to 12 ഓൾസോ 0 ആൻഡ് 12 to 13 ഈസ് 0. അപ്പോൾ ഈ 0 വന്നിരിക്കുന്ന ആക്ടിവിറ്റീസ്, അതായത് ഫസ്റ്റ് ആക്ടിവിറ്റി വരുന്നത് 1 to 3 ആണ്. ദിസ് ഈസ് നോൺ ആസ് ക്രിട്ടിക്കൽ ആക്ടിവിറ്റി. അപ്പോൾ 0 ഫ്ലോട്ട് വന്നിരിക്കുന്ന, ടോട്ടൽ ഫ്ലോട്ട് 0 വന്നിരിക്കുന്ന ആക്ടിവിറ്റീസിനെയാണ് ക്രിട്ടിക്കൽ ആക്ടിവിറ്റി എന്ന് നമ്മൾ വിളിക്കുന്നത്. The critical activities are 1 to 3, 3 to 7, 7 to 10, 10 to 12 and 12 to 13. ഈ പറയുന്ന 5 ആക്ടിവിറ്റീസിലാണ് നമുക്ക് ടോട്ടൽ ഫ്ലോട്ട് 0 വന്നിരിക്കുന്നത്. Then critical path will be 1 to 3, 3 to 7, 7 to 10, 10 to 12 and 12 to 13. അതായത് ഫസ്റ്റ് ആക്ടിവിറ്റി ടു ലാസ്റ്റ് ആക്ടിവിറ്റി വരെ നമ്മൾ കണക്ട് ചെയ്തുകൊണ്ട് വരയ്ക്കുന്ന പാത്തിനാണ് ക്രിട്ടിക്കൽ പാത്ത് എന്ന് പറയുന്നത്. ഇറ്റ് ഹാസ് ദി ലോങ്ങസ്റ്റ് ഡ്യൂറേഷൻ. ദെൻ പ്രൊജക്ട് ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 1 to 3യുടെ പ്രൊജക്ട് ഡ്യൂറേഷൻ പ്ലസ് 3 to 7 ആക്ടിവിറ്റിയുടെ ഡ്യൂറേഷൻ പ്ലസ് 7 to 10 ആക്ടിവിറ്റിയുടെ ഡ്യൂറേഷൻ, 10 to 12ന്റെ ഡ്യൂറേഷൻ, ദെൻ 12 to 13ന്റെ ഡ്യൂറേഷൻ, ഇതെല്ലാം കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ നമുക്ക് പ്രൊജക്ട് ഡ്യൂറേഷൻ കിട്ടും. പാത്ത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ നെറ്റ്വർക്ക് ഡയഗ്രത്തിൽ കറക്റ്റായിട്ട് മെൻഷൻ ചെയ്യണം. ക്രിട്ടിക്കൽ പാത്ത് നമ്മളൊരു ഡബിൾ ലൈൻഡ് ആരോ മാർക്ക് വെച്ചിട്ടാണ് മെൻഷൻ ചെയ്യുന്നുണ്ടായിരിക്കും. നമ്മൾ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നതിൽ 1 to 3, 3 to 7, 7 to 10, 10 to 12 ആൻഡ്
12 to 13 ആണ് നമ്മുടെ ക്രിട്ടിക്കൽ പാത്ത് വന്നിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഇവൻറ്റിനെയും ലാസ്റ്റ് ഇവൻറ്റിനെയും കണക്ട് ചെയ്തുകൊണ്ട് നമുക്കൊരു പാത്ത് കിട്ടുന്നുണ്ടായിരിക്കും. ദാറ്റ് ഈസ് നോൺ ആസ് ക്രിട്ടിക്കൽ പാത്ത്. അത് നമ്മളൊരു ഡബിൾ ലൈൻഡ് ആരോ വെച്ചിട്ട് വേണം കാണിച്ചു കൊടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ വരച്ചിരിക്കുന്ന നെറ്റ്വർക്ക് ഡയഗ്രത്തിൽ ഇത് ക്വസ്റ്റ്യൻ ചെയ്തതിന് ശേഷം മെൻഷൻ ചെയ്യണം.